എന്നൊരു വിഷയം പറയാൻ പോവാണ്. അനുബന്ധമായി എന്ത് ചെയ്യുമ്പോഴും അറിഞ്ഞു വെക്കേണ്ടുന്ന 4 കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിലൊന്ന് വിഷയം, 2 അധികാരി, 3 പ്രയോജനം, 4 സംബന്ധം. ഈ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് ഒറ്റ വാക്കിൽ പറയുകയാണ് അനുബന്ധ ചതുഷ്ടയം. ഇത് കൃത്യമായിട്ട് പഠിച്ച് ഉറപ്പിച്ച് വെക്കണം. ശരി, ഒന്നാമത്തേത് എന്താണ് വിഷയം എന്ന് പറയാൻ പോവാണ്. വിഷയമാണ് ഭാഗവതത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അത് സത്യം പരം ധീമഹി എന്നാണ്. സത്യം പരം ധീമഹി, ഇതാണ് വിഷയം. ഈ വാക്കിൻ്റെ അർത്ഥം സത്യം, സത്യത്തെ, പരം, പരമമായ, ധീമഹി, ധ്യാനിക്കുന്നു. ഇതാണ് വാക്കിൻ്റെ അർത്ഥം, അഥവാ ഈ വാക്യത്തിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് സത്യം, എന്താണ് പരമമായ സത്യം എന്നറിയണം. ഇപ്പോൾ സത്യം എന്നുള്ള വാക്കിന് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഈ സത്യം പറയണം എന്നുള്ളൊരു അർത്ഥമാണ് നമ്മൾ കരുതുക. അങ്ങനെയല്ല. ഇവിടെ സത്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം യത് ത്രികാലാതീതം തത് സത്യം ആണ്. മറ്റൊരു നിർവചനമുള്ളത് സതഹ ഭാവം സത്യം എന്നുള്ളതാണ്. സതഹ ഭാവം സത്യം എന്ന് പറയുമ്പം സത്തിൻ്റെ ഭാവമാണ് സത്യം. എന്താ സത്ത്? സത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എപ്പോഴും ഉള്ളത് ആണ്. അസത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തൽക്കാലമുണ്ടെന്ന് തോന്നുമെങ്കിലും പിന്നീട് ചിന്തിച്ചാൽ ഇല്ലെന്ന് ബോധ്യമാവുന്ന എന്തോ ഒന്ന്, അതിനെയാണ് അസത്ത് എന്ന് പറയാം. അപ്പോൾ എപ്പോഴും ഉള്ളതെന്ന് പറയുമ്പോൾ ഞാനിവിടെ നിന്ന് പറയുകയാണ് ഞാനുണ്ട് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ ഇവിടെയുണ്ട്, ഇപ്പോഴുണ്ട് എന്നാണ്. എല്ലായിടത്തും എപ്പോഴും ഞാനില്ല. ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് ഞാനില്ല. ഇനി ഒരു 100 വർഷം കഴിഞ്ഞാലും ഞാൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഈ സമയത്ത് മാത്രം ഉണ്ടെന്ന് പറയാം, ഞാൻ ഉള്ളപ്പോൾ ഉണ്ടെന്ന് പറയാം, അത്രേ പറ്റുള്ളൂ. ഇനി ഈ സമയത്ത് ഞാനിപ്പോൾ കണ്ണൂരാണ് ഉള്ളത്, മമ്പറം എന്ന സ്ഥലത്താണുള്ളത്. ഈ കേളാലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഞാനുള്ളത്, സംശയമില്ല. വേറെ ഒരിടത്തും ഞാനില്ല. അപ്പം ഞാനുണ്ട് എന്ന് പറയുമ്പം അതിനർത്ഥം ഞാനിവിടെയുണ്ട്, ഞാനിപ്പോഴുണ്ട് എന്നാണ്. അതുപോലെയല്ലേ നിങ്ങളും, അതുപോലെയല്ലേ ഈ ക്ഷേത്രവും. ഈ ലോകത്ത് കാണുന്ന എല്ലാം ആ സ്ഥലത്തുണ്ട്, ആ സമയത്തുണ്ട് എന്ന് പറയാം. എന്നാൽ എപ്പോഴും ഉണ്ട് എന്നും എവിടെയും ഉണ്ട് എന്നും പറയാവുന്ന ഒരു സത്യമുണ്ട്, അഥവാ ഒരേ ഒരു സത്യമേ ഉള്ളൂ. അതിനെയാണ് പരമമായ സത്യം എന്ന് പറയാം. ഞാനും നിങ്ങളുമൊക്കെ വ്യവഹാര സമയത്തുണ്ടെന്ന് പറയാം, അതുകൊണ്ട് വ്യാവഹാരിക സത്യം എന്ന് പറയും. ഇനി പ്രതിഭാസത്തിലുള്ള സത്യമുണ്ടായിരിക്കും, അതിൻ്റെ പേര് പ്രാതിഭാസികമായ സത്യം എന്നാണ്. തൽക്കാലം തോന്നുമെങ്കിലും ഇല്ലെന്ന് മനസ്സിലാവും. ഇപ്പോൾ വായുവിൽ ഒരു തീക്കൊള്ളി എടുത്തിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്ന ഒരു വൃത്തമുണ്ടെന്ന് തോന്നില്ലേ? കറക്ക് നിർത്തിയ വൃത്തമില്ലല്ലോ, വൃത്തമുണ്ടെന്ന് തോന്നൽ മാത്രമാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വളരെ നേരെ കാണാൻ പറ്റുന്ന വലിയൊരു ദീർഘമായ റോഡിലൂടെ സഞ്ചരിക്കാമെന്ന് വിചാരിക്കും. നല്ല വീതിയുള്ള റോഡാണെങ്കിൽ വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ, അകലെയാണ് വാഹനമുള്ളതെങ്കിൽ നമുക്ക് വെള്ളമുണ്ടെന്ന് തോന്നും. റോഡിൽ വെള്ളമുണ്ടെന്ന് മാത്രമല്ല, മുമ്പിൽ പോകുന്ന വാഹനത്തിൻ്റെ നിഴല് വെള്ളത്തിലിങ്ങനെ കാണുന്നു എന്ന് പോലും നമുക്ക് തോന്നിയെന്ന് വരും. പക്ഷേ നമ്മൾ എവിടെയാണോ വെള്ളമുണ്ടെന്ന് തോന്നിയത് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ വെള്ളമില്ല, വെള്ളം കുറച്ചും കൂടി അകലെയാണെന്ന് മനസ്സിലാവും. ഇതൊക്കെ പ്രതിഭാസ സമയത്ത് ഉണ്ടാവുന്ന സത്യമാണ്. അതുകൊണ്ട് പറയുന്ന പേര് പ്രാതിഭാസികമായ സത്യം എന്നാണ്. പ്രാതിഭാസികമായ സത്യം എന്നാണ് അവിടെ പറയാം. അപ്പം ഇനി വ്യാവഹാരിക സത്യവും പ്രാതിഭാസികമായ സത്യവും അല്ലാതെ എപ്പോഴും എവിടെയുമുണ്ട് എന്ന് പറയാവുന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ. അതിനെയാണ് പാരമാർത്ഥികമായ സത്യം അല്ലെങ്കിൽ പരമമായ സത്യം എന്ന് പറയാം. ഇപ്പോൾ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ മാത്രം ഉണ്ടെന്നാണ്. എന്നാൽ ഗുരുവായൂരപ്പനുണ്ട് എന്ന് പറഞ്ഞാലോ? ഗുരുവായൂരപ്പൻ എവിടെയുണ്ട്? ഗുരുവായൂരുണ്ട് എന്ന് പറയുമോ? എല്ലായിടത്തും ഇല്ലേ ഗുരുവായൂരപ്പൻ? ഇനി ഗുരുവായൂരപ്പൻ എപ്പോഴും ഉണ്ട്? 947 ഉണ്ടായിരുന്നു, 67 ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, അങ്ങനെ പറയുമോ? ഇല്ല. എപ്പോഴുമുണ്ട്, എവിടെയുമുണ്ട്. ഇതാണ് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത. അയ്യപ്പസ്വാമി ആവട്ടെ, ശബരിമല അയ്യപ്പൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശബരിമല മാത്രമുള്ള ആൾ എന്നാണ്. കൊടുങ്ങല്ലൂർ അമ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൊടുങ്ങല്ലൂർ മാത്രമുള്ള അമ്മ എന്നാണ്. വാക്കിൻ്റെ അർത്ഥം അതാണ്. പക്ഷേ ആ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന സത്യം അഥവാ ആ ശക്തി ലോകത്തെല്ലായിടത്തും എവിടെയും എപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്നർത്ഥം.
ശരി, അങ്ങനെയൊരു പരമമായ സത്യത്തെയാണ് ഞങ്ങളിവിടെ ധ്യാനിക്കുന്നത്. ഞങ്ങളെന്ന് എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾ ധ്യാനിക്കുന്നു എന്ന് അർത്ഥം പറഞ്ഞല്ലോ. അതെങ്ങനെ കിട്ടി നോക്കൂ. ചില ഭാഷയിൽ ക്രിയ മാത്രം പറഞ്ഞാൽ ആരാണ് പറയുന്നതെന്ന് മനസ്സിലാവും. ഇപ്പോൾ കുളിക്കാൻ വന്നു, ഞാൻ കുളിക്കാൻ വന്നു, നീ കുളിക്കാൻ വന്നു, അവൾ കുളിക്കാൻ വന്നു, അവൻ കുളിക്കാൻ വന്നു, അവർ കുളിക്കാൻ വന്നു, ഞങ്ങൾ കുളിക്കാൻ വന്നു. ഈ കുളിക്കാൻ വന്നു എന്നുള്ള ക്രിയയിൽ ഒരു മാറ്റമില്ല. ഞാനോ നീയോ ഞങ്ങളോ നമ്മളോ അവരോ ആരായാലും കുളിക്കാൻ വന്നു എന്ന് ഒരുപോലെയാണ് പറയുക. എന്നാൽ തമിഴിൽ കുളിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ ആരാണ് വന്നതെന്ന് മനസ്സിലാവും. കുളിക്ക വന്നേൻ, ആര് വന്നു? ഞാൻ വന്നു എന്ന് മനസ്സിലാവും. കുളിക്ക വന്നാൾ, ആര് വന്നു? അവൾ വന്നു എന്ന് മനസ്സിലാവും. അതായത് ക്രിയാപദം പറയുമ്പോഴത്തേക്കും ചില ഭാഷയിൽ കർത്താവ് ആരാണെന്ന് മനസ്സിലാവും, ആരാണ് പറയുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ധീമഹി എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ധ്യാനിക്കുന്നു, നമ്മൾ ധ്യാനിക്കുന്നു എന്നർത്ഥം കിട്ടും. എന്തിനെ? പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇതാണ് ഭാഗവത്തിലെ വിഷയം. ഇനി പറഞ്ഞതൊക്കെ ഈ പരമമായ സത്യത്തിൻ്റെ വിശേഷണങ്ങളാണ്. ഓരോന്നായി നോക്കാം. അത് സ്വരാട്ട്. സ്വരാട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം സ്വയമേവ പ്രകാശിക്കുന്നത് എന്നാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, തമ്മിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നമുക്ക് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ല, മറിച്ച് സൂര്യപ്രകാശമുള്ളത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഇതേപോലെ ഇവിടെ ഇരിക്കുകയാണ്. ഒരു 8-10 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കൊന്നും തമ്മിൽ കാണാൻ കഴിയില്ല. കാരണം നമുക്ക് സ്വയം പ്രകാശിക്കാനുള്ള കഴിവ് ഇല്ല. അപ്പം ഇവിടെ പറയുകയാണ് സ്വയം പ്രകാശിക്കുന്നു, എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യം. ഇനി ആ സത്യത്തിൻ്റെ പ്രകാശം കൊണ്ടാണ് സൂര്യൻ പോലും പ്രകാശിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ പരമസത്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വലിയ പണ്ഡിതന്മാർക്ക് പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് മുഹ്യന്തി യത് സൂരയാ, വലിയ പണ്ഡിതന്മാരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയല്ലാതിരിക്കുന്ന ആ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇനി അതിൻ്റെ മറ്റൊരു വിശേഷണം പറഞ്ഞത് ത്രിസർഗോ മൃഷ. ത്രിസർഗ കൂട്ടണം അമൃഷ. 3 സമയത്തും കളവല്ലാത്തത് അഥവാ സത്യമായി പ്രതിഭാസിക്കുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെ 3 സമയം? ലോകത്തിൻ്റെ സൃഷ്ടിക്ക് മുമ്പ്, സൃഷ്ടിക്ക് ശേഷം, സൃഷ്ടി സമയത്ത്, സൃഷ്ടിക്ക് ശേഷം. ഇതാണ് 3 സമയം. അപ്പോൾ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് മുമ്പ് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒന്നുമില്ലാത്ത ഒരു കാലം സങ്കല്പിക്കാം. അങ്ങനെ ഒരു കാലത്ത് ഭഗവാനാണ് ഉണ്ടായിരുന്നത്. സൃഷ്ടി സമയത്ത് ഭഗവാനാണ് ഉള്ളത്. സൃഷ്ടിക്ക് ശേഷവും ഭഗവാൻ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഉദാഹരണം പറയാം. നമ്മൾ തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോകുന്നു എന്ന് വിചാരിക്കും. സിനിമ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ആദ്യം കാണുന്നത് ഒരു സ്ക്രീനാണ്. അവിടെ കൃത്യമായിട്ട് ആ സ്ക്രീൻ ഇങ്ങനെ കാണാം. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രീനുണ്ട്. പുറകുന്ന പ്രകാശം വരുമ്പം എന്തൊക്കെയോ ചില ദൃശ്യവിസ്മയങ്ങൾ, സങ്കടകരമായ, സന്തോഷകരമായ, ഫലിത രസപ്രധാനമായ പല വിഷയങ്ങളും ആ സ്ക്രീനിൽ ഇങ്ങനെ കാണാം. ഒക്കെ തോന്നലാണ്. ഇവരാരെങ്കിലും വന്നോ? മമ്മൂട്ടിയോ മോഹൻലാലോ വന്നോ സിനിമാ തിയേറ്ററിൽ? ആരും വന്നില്ല. ഇതൊക്കെ തോന്നൽ മാത്രമാണ്. അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഉള്ളത് സ്ക്രീനാണ്. സിനിമ സമയത്തും അവിടെ എന്താ ഉള്ളത്? സ്ക്രീൻ മാത്രമേ ഉള്ളൂ. സിനിമയ്ക്ക് ശേഷം എന്താ ഉള്ളത്? അപ്പോഴും അവിടെ സ്ക്രീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴുമുള്ള സ്ക്രീനിൽ തൽക്കാലം പ്രകാശം വന്ന് പതിക്കുമ്പോൾ തോന്നുന്ന പ്രതിഭാസമാണ് സിനിമ. ഇതേപോലെ എപ്പോഴുമുള്ള ഭഗവാനിൽ തൽക്കാലം വന്ന്, തൽക്കാലം നിലനിന്ന്, തൽക്കാലത്തിന് ശേഷം നശിച്ചു പോകുന്നതാണ് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം. ഇതാണ് ഭാരതീയമായ സങ്കല്പം. ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ കുറച്ചും കൂടി ലളിതമായി മനസ്സിലാവും. തിരമാലയും കടലും പോലെ. കടലും തിരമാലയെന്ന് നമ്മൾ രണ്ടായിട്ട് പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ കടൽ തന്നെയാണ് തിരമാല. അല്ലേ? കടലിലെ വെള്ളം തൽക്കാലത്ത് കാറ്റിൽ ഉയർന്നു പൊങ്ങി കടലിൽ നിലനിന്ന് കടലിൽ തന്നെ ലയിക്കുന്നു. അപ്പോൾ തിരമാല എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു പ്രതിഭാസമാണോ? അല്ല. കടലിലെ വെള്ളം കടലിൽ ഉയർന്നു വന്ന് കടലിൽ നിലനിന്ന് കടലിൽ നശിക്കുന്നു. കടലും തിരമാലയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. തിരമാല, നുര, പത എന്നൊക്കെ പറയുന്ന വാസ്തവത്തിൽ കടൽ തന്നെയാണ്. അപ്പോൾ എപ്പോഴുമുള്ള ഭഗവാനിൽ ഭഗവാൻ തന്നെ ഉയർന്നു വന്ന് ഭഗവാൻ ഈ ലോകത്ത് സൃഷ്ടിയായി നിലനിന്ന് കാലം കഴിയുമ്പം ഭഗവാൻ തന്നെ സൃഷ്ടിയൊക്കെ കഴിഞ്ഞ് സംഹാരമായിത്തീരുന്നു. അഥവാ ലോകത്തിൽ പഴയതുപോലെ ആയിത്തീരുന്നു എന്നർത്ഥം. ഇതാണ് ത്രിസർഗോ മൃഷ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സങ്കല്പത്തിൻ്റെ മഹത്വമാണ്.
ബാക്കിയുള്ള മതങ്ങളൊക്കെ പറയുന്നത് ഭഗവാൻ സൃഷ്ടിച്ചു, ദൈവം സൃഷ്ടിച്ചു എന്ന് പറയും. ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവം വേറെ, ലോകം വേറെ. നമ്മുടെ സങ്കല്പം സൃഷ്ടി എന്ന് പറയുന്നത് മുഴുവൻ ഭഗവാൻ തന്നെ. അതുകൊണ്ടാണ് വിശ്വം വിഷ്ണു. നമ്മളിത് രാവിലെ വായിച്ചില്ലേ സഹസ്രനാമം, ഒന്നാമത്തെ വാക്യം വിശ്വം വിഷ്ണു എന്ന് പറഞ്ഞ അർത്ഥം ലോകം മുഴുവൻ ആരാണ്? ഭഗവാൻ തന്നെയാണ്. ലോകവും ഭഗവാനും രണ്ടല്ല, മറിച്ച് ഭഗവാനും ലോകവും ഒന്ന് തന്നെ. അങ്ങനെയെല്ലാം ഇരിക്കുന്ന നിരസ്തകുഹകം, എല്ലാതരം വഞ്ചനയും ഇല്ലാതെയുള്ള ആ പരമസത്യസ്വരൂപിക്ക് ഇതാ നമസ്കാരം. ഞങ്ങൾ ആ പരമസത്യസ്വരൂപിയെ ധ്യാനിക്കുന്നു. അത് തുടങ്ങുന്നത് തന്നെ ജന്മാദ്യസ്യ യത എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജന്മാദി കൂട്ടണം അസ്യ യത. ഇതാണ് ആ പദം വിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജന്മാദ്യസ്യ യത എന്നുള്ളത് ജന്മാദി കൂട്ടണം അസ്യ കൂട്ടണം യത. ഇതാണ് ജന്മാദ്യസ്യ യത. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? ജന്മം ആദിയായവ എന്നാണ് ജന്മാദി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ജന്മം ആദിയായവ എന്നാൽ ജന്മം മുതലായവ, ജനിക്കുന്നത് മുതലായ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു, നിലനിൽക്കുന്നു, വളരുന്നു, തളരുന്നു, നശിക്കുന്നു. ഇത് മുഴുവൻ ഏതൊന്നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഏതൊന്നിൻ്റെ ശക്തിയിലേക്ക് ലയിക്കുന്നു, ഉണ്ടായി, നിലനിൽക്കുന്നു. ഇതാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. അത് പ്രസിദ്ധമായിട്ടുള്ളൊരു സൂത്രമാണ് ബ്രഹ്മസൂത്രത്തിലെ. ആ സൂത്രം കൊണ്ട് തുടങ്ങുക വഴി ഭാഗവതത്തിലെ വിഷയം വേദാന്തം ആണ്. അഥവാ വേദത്തിൻ്റെ വ്യാഖ്യാനമാണ് ഭാഗവതം ചെയ്യാൻ പോകുന്നത്. ഇനി ഇതൊക്കെ കൂടി പറഞ്ഞ് അവസാനത്തെ എന്ത് പറയും? കൈവല്യൈക പ്രയോജനം. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? വേദവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതമിഷ്യത്തെ. വേദത്തിൻ്റെ വ്യാഖ്യാനമാണ് ഭാഗവതം. വേദത്തിൻ്റെ താല്പര്യങ്ങൾ ലളിതമായി പറയുക എന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശ്യം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കാം. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്ന വിഷയത്തെ. എന്താ വിഷയം? ലോകത്തിൻ്റെ സൃഷ്ടിക്ക് മുമ്പ് ഉള്ള, സൃഷ്ടി സമയത്ത് ഉള്ള, സൃഷ്ടിക്ക് ശേഷം ഉണ്ടായിരിക്കുന്ന പരമസത്യസ്വരൂപിയായിരിക്കുന്ന ഭഗവാനാണ് ഭാഗവതത്തിലെ വിഷയം. കൊള്ളാം, നല്ല വിഷയം, നല്ല വിഷയം. പക്ഷേ ഇതാരാ വായിക്കേണ്ടത്? ആരാണ് കേൾക്കേണ്ടത്? അറിയണ്ടേ? ചിലതൊക്കെ നല്ല വിഷയമായിരിക്കും, പക്ഷെ നമ്മൾ പോയി പഠിച്ചാൽ നേരെയായി എന്ന് വരില്ല. IAS പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നല്ലതാ, കലക്ടറായിട്ടിരിക്കാം, ഒരു ജില്ല മൊത്തം ഭരിക്കാം, നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷേ SSLC പോലും പാസ്സാവാത്തവരാണ്, അതിന് പരിശ്രമിക്കണോ? വേണ്ട. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആരാണ് ഭാഗവതം വായിക്കേണ്ടത്, കേൾക്കേണ്ടത്, പഠിക്കേണ്ടത്. അവിടെ ഉത്തരം പറയുകയാണ്, നിർമ്മത്സരാണാം സതാം വേദ്യം. നിർമ്മത്സരന്മാരായിട്ടുള്ള, അതായത് മത്സരബുദ്ധിയൊന്നുമില്ലാത്ത സജ്ജനങ്ങൾക്കാണ് ഭാഗവതം വേഗം മനസ്സിലാവുക. രണ്ട് കാര്യമാണ് പറഞ്ഞത്. മത്സരബുദ്ധി ഇല്ലാതിരിക്കണം, സജ്ജനങ്ങൾ ആയിരിക്കണം. നോക്കാം, എന്താ ഈ മത്സരബുദ്ധി എന്ന് പറഞ്ഞാൽ? നമ്മളിന്ന് പറയുന്നത് തന്നെ കോമ്പറ്റേറ്റീവ് വേൾഡ് ആണ്, മത്സരാധിഷ്ഠിത ലോകം. മത്സരിച്ചുകൊണ്ടിരിക്കുക. വാഹനം ഓടിക്കുമ്പോൾ മത്സരം, വീട് വയ്ക്കുമ്പോൾ മത്സരം, ജോലിക്കാർ തമ്മിൽ മത്സരം, ഇനി പല വിഷയത്തിലും ഭക്തന്മാർ പോലും തമ്മിൽ മത്സരം. പ്രസാദം ആദ്യം വാങ്ങിക്കണം, മത്സരമാണ്. ആദ്യം എനിക്ക് പ്രസാദം വാങ്ങിക്കണം, മത്സരമാണ്. ആദ്യം എനിക്ക് ഊണ് കഴിക്കണം, മത്സരമാണ്. ആദ്യം എനിക്ക് തൊഴണം, മത്സരമാണ്. ഇങ്ങനെ വായിക്കുന്നതിലും പറയുന്നതിലും എഴുതുന്നതിലും ഓടുന്നതിലും വാഹനത്തിൽ സകല മേഖലകളിലും പൊതുവെ മത്സരങ്ങൾ കണ്ടുവരുന്നു. അങ്ങനെയുള്ള മത്സരബുദ്ധിയെല്ലാം മാറ്റിവെച്ച് ഏറ്റവും ശാന്തമായി, സ്വസ്ഥമായി, സമാധാനപരമായിട്ട് അങ്ങിരിക്കണം. അപ്പോഴേ ഭാഗവതം കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഇതിപ്പം വേറൊരാൾക്ക് മനസ്സിലാവുമോ? നിങ്ങൾക്ക് മത്സരബുദ്ധി ഉണ്ടോയെന്ന് എനിക്ക് മനസ്സിലാവുമോ? എനിക്ക് മത്സരബുദ്ധി ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുമോ? അപ്പോൾ ഇതാർക്ക് മനസ്സിലാക്കാം? അവരവർക്ക് മനസ്സിലാക്കാം മത്സരബുദ്ധി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ എന്തെങ്കിലും മത്സരബുദ്ധി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ചെരുപ്പ് അഴിച്ചു വയ്ക്കുന്നില്ലേ പുറത്ത്? അതേപോലെ മത്സരം ഉണ്ടെങ്കിൽ അത് അവിടെ അഴിച്ചു വയ്ക്കാം. ഇത് പോകുമ്പോൾ എടുക്കണ്ട, അവിടെ തന്നെ നിന്നോട്ടെ, അവിടെ തന്നെ കിടന്നോട്ടെ എന്നർത്ഥം. ഒരിക്കലും കൊണ്ടുപോകണ്ട. ഈ മത്സരം കൊണ്ട് ഒരു കാരണമില്ല, ഒരു കാര്യമില്ല. വെറുതെ വാശി പിടിക്കുക, വെറുതെ മത്സരിക്കുക എന്നല്ലാണ്ട് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ചിന്തിക്കൂ. അപ്പം മത്സരബുദ്ധി ഇല്ലാതിരിക്കണം. ഇനി സജ്ജനമായിരിക്കണം. ആരാ സജ്ജനം എന്ന് പറഞ്ഞാൽ? നല്ല മനുഷ്യരെന്നാണ് വാക്കിൻ്റെ അർത്ഥം. നല്ല മനുഷ്യരായി തീരണം. നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ അർത്ഥം നല്ല മുണ്ടും വേഷ്ടിയും ചുറ്റിയെന്നോ നല്ല വെളുത്ത ശരീരം എന്നോ ഒന്നും വിചാരിക്കരുത്. മനസ്സ് ശുദ്ധമായിരിക്കണം.
ശുദ്ധമായ മനസ്സാണെങ്കിൽ ഭാഗവതം വേഗം മനസ്സിലാവും. അതെപ്പോഴും അങ്ങനെയാണ്. നോക്കൂ, നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു, കുളിച്ചു, നന്നായിട്ട് കുളിച്ചു, മേക്കപ്പ് ചെയ്തു, കണ്ണെഴുതി, പൊട്ടുകുത്തി, മുടി പിന്നിക്കെട്ടി, അതിസുന്ദരമായിട്ട് ഒരുങ്ങി കണ്ണാടിയുടെ മുമ്പ് പോയി നിൽക്കുകയാണ്. കണ്ണാടിയിൽ കൃത്യമായിട്ട് പ്രതിബിംബം കിട്ടുന്നില്ല. നമ്മൾ കുളിക്കാത്തതുകൊണ്ടാണോ, നമ്മൾ മേക്കപ്പ് ചെയ്യാത്തതുകൊണ്ടാണോ? ഒക്കെ ചെയ്തു, പക്ഷെ കണ്ണാടിയിൽ ആകപ്പാടെ പൊടി പുരണ്ടിരിക്കുകയാണ്. അഴുക്ക് പുരണ്ടിരിക്കുന്ന കണ്ണാടിയിൽ കൃത്യമായിട്ടുള്ള പ്രതിബിംബം കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? കുറച്ച് വെള്ളം അല്ലെങ്കിൽ കുറച്ച് സോപ്പ് കലക്കിയ വെള്ളം തളിക്കുന്നു, നന്നായിട്ട് ടിഷ്യൂ പേപ്പറോ മറ്റോ കൊണ്ട് നന്നായിട്ട് കൃത്യമായിട്ട് തുടച്ച് വെച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പ്രതിബിംബം ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ കണ്ണാടി എത്രത്തോളം ശുദ്ധമാണോ അത്രത്തോളം നല്ല പ്രതിബിംബം കിട്ടും. അതേപോലെ മനസ്സ് എത്രത്തോളം ശുദ്ധമാണോ അത്രത്തോളം വേഗം ഭാഗവതം മനസ്സിലേക്ക് പ്രവേശിക്കും. മനസ്സിൽ എത്രത്തോളം അശുദ്ധമായ മലിനമായ വിചാരങ്ങളുണ്ടോ അത്രത്തോളം വൈകും ഭാഗവതം മനസ്സിൽ പ്രവേശിക്കാൻ. അപ്പോൾ ചോദിക്കട്ടെ, 5 തവണ ഭാഗവതം വായിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല, ആരുടെ കുഴപ്പമായിരിക്കും? അവരവരുടെ കുഴപ്പമായിരിക്കും. അത് ഏതിനെക്കുറിച്ചും പറയാം. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ മനോഹരമായിട്ടുള്ള കൃതിയാണ് ജൂലിയസ് സീസർ. നല്ല കൃതിയാണ്. അത് വായിച്ചു ഞാൻ, എനിക്കൊന്നും മനസ്സിലായില്ല. സീസറിൻ്റെ കുഴപ്പമായിരിക്കുമോ? ഷേക്സ്പിയറിൻ്റെ കുഴപ്പമായിരിക്കുമോ? ഇംഗ്ലീഷ് ഭാഷയുടെ കുഴപ്പമായിരിക്കുമോ? ഒന്നുമല്ല. എനിക്ക് അത് വായിക്കാൻ തക്കമുള്ളൊരു യോഗ്യത വേണം. ഞാൻ ആ ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിരിക്കണം, ഷേക്സ്പിയറിൻ്റെ പ്രയോഗങ്ങൾ അറിയണം, അന്നത്തെ കാലത്തെ നാടക സങ്കേതങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞാൽ ഏതൊരാളെയും പോലെ എനിക്കും ആ കൃതി ആസ്വദിക്കാം. കാളിദാസൻ്റെ മനോഹരമായ കൃതിയാണ് കുമാരസംഭവം. ഇതൊരു മനോഹരം എന്നറിയോ? വായിച്ചു നോക്കൂ. സംസ്കൃതം അറിയില്ലെങ്കിൽ പോലും മലയാളത്തിലെ തർജ്ജമയെങ്കിലും വായിച്ചു നോക്കൂ. മനോഹരമാണ്. ഞാനത് പോയി വായിച്ചു, എനിക്ക് ഒരു വക മനസ്സിലായില്ല. കാളിദാസൻ്റെ കുഴപ്പമായിരിക്കുമോ? ആരുടെ കുഴപ്പമെന്ന് ചോദിച്ചാൽ എൻ്റെ കുഴപ്പമാണ്. എനിക്ക് സംസ്കൃതം അറിയണം, ഹിമാലയ പർവ്വതത്തെക്കുറിച്ച് അറിയണം. ഇതൊക്കെ അറിഞ്ഞാൽ എനിക്കും ആ ഭാഗം കൃത്യമായിട്ട് മനോഹരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ ചിന്തിച്ചാൽ ശ്രീമദ് ഭാഗവതം അറിയണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളൊരു കാര്യം മനസ്സേറ്റവും ശുദ്ധമാക്കി വെക്കണം. ഇതാണ് അതിനാകപ്പാടെ വേണ്ടത്. മനസ്സ് ശുദ്ധാക്കാന്നുള്ളത് മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണ്ട. ഒരു വക വിഷയങ്ങളും ആവശ്യമില്ല, മനസ്സ് ശുദ്ധാക്കി വെച്ചാൽ മാത്രം മതി. അതുകൊണ്ട് സതാം വേദ്യം സജ്ജനങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കുന്നു. 1. രണ്ടാമത്തേതായിട്ട് പറഞ്ഞു, മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം ശുശ്രൂഷ ഉണ്ടായിരിക്കണം. എന്താ ശുശ്രൂഷ പറഞ്ഞാൽ? ശുശ്രൂഷ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പരിചരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയല്ല. വാക്കിൻ്റെ കൃത്യമായ അർത്ഥം ശ്രോതും ഇച്ഛാ ശുശ്രൂഷ എന്നാണ്. അതായത് കേൾക്കാനുള്ള ആഗ്രഹമാണ് ശുശ്രൂഷ. ഇപ്പം ഭാഗവത്തിൻ്റെ മുമ്പിൽ കേൾക്കുന്നില്ലേ? ഭാഗവത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എന്ന് വേണം? കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. അത് മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണ്ട. ഭാഗവതത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ആകപ്പാടെ വേണ്ട ഒരേ ഒരു കാര്യം ശുശ്രൂഷ ഉണ്ടായിരിക്കണം. ശുശ്രൂഷ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശ്രോതും ഇച്ഛാ ശുശ്രൂഷ, കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കൂ, കേൾക്കാനുള്ള ആഗ്രഹം മാത്രം മതി, വേറൊന്നും വേണ്ട. ഭാഗവതത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് എന്ത് വേണം? കേൾക്കുക മാത്രം. കേൾക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? മനുഷ്യൻ്റെ ചെവി എന്ന് പറഞ്ഞാൽ എപ്പോഴും തുറന്നിരിക്കുകയാണ്. കണ്ണാണെങ്കിൽ അടഞ്ഞു പോകും, തുറന്നു പിടിക്കണം. അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പരീക്ഷാക്കാലത്ത് ഒരു ഈർക്കിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കും. കണ്ണൊക്കെ ഇങ്ങനെ വെച്ച് കണ്ടിട്ടില്ലേ? എന്താ കാര്യം? അടഞ്ഞു പോവും. കണ്ണടഞ്ഞു പോവും. ചെവി അടഞ്ഞു പോവോ? അടഞ്ഞു പോവില്ല. എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല നൃത്തം. കൈ കൊണ്ടൊന്നും ചെയ്യണ്ട, കാലുകൊണ്ടൊന്നും ചെയ്യണ്ട, വാ തുറക്കണമെന്നില്ല. ആകപ്പാടെ എന്ത് മതി? ചെവി മാത്രം മതി. കേൾക്കും തോറും നമ്മുടെ മനസ്സിൽ
മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വേണ്ടത് ശുശ്രൂഷ ഉണ്ടായിരിക്കണം. അപ്പം 3 കാര്യങ്ങൾ ഉണ്ടോ എന്ന് നല്ലോണം ചിന്തിക്കാം. എന്തൊക്കെയാണ്? 1, മത്സരബുദ്ധി ഇല്ലാതിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ രാവിലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു തിരക്കും കൂടേണ്ട ആവശ്യമില്ല. ചില സ്ഥലത്ത് പ്രസാദം കൊടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ആദ്യം വരുന്ന 100 പേർക്ക് മാത്രമേ പ്രസാദം ഉള്ളൂ, ആദ്യം വരുന്ന 100 പേർക്ക് മാത്രമേ പ്രസാദം ഉള്ളൂ എന്ന് അനൗൺസ് ചെയ്ത് ശരിയാണ്. കിട്ടില്ലെങ്കിലൊന്ന് പേടിക്കണം. ഇതങ്ങനെ വല്ലതും ഉണ്ടോ? ഏതൊരാൾക്കും വാങ്ങിക്കൂടെ? അല്പം വൈകിപ്പോയിട്ട് വല്ല കുറവും വരുമോ? ഒന്നുമില്ല. ഈ ഒരു ബോധ്യം, ഈ ഒരു പക്വത, ഈ ഒരു ശാന്തി മനസ്സിലുണ്ടായിരിക്കണം. ഇതാണ് മത്സരബുദ്ധി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു തരം മത്സരവും വേണ്ട. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സജ്ജനമായി തീരണം. മനസ്സിലെ മാലിന്യങ്ങളൊക്കെയും കളയണം. അടുത്തത് ശുശ്രൂഷ ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കുക. നിങ്ങളും ഞാനും ചിന്തിക്കണം. നമുക്കൊക്കെ ചിന്തിച്ച് നോക്കാം. ശരി, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വിഷയം പറഞ്ഞു, പ്രയോജനം അധികാരി പറഞ്ഞു. ഇനി എന്താണ് പ്രയോജനം? പ്രയോജനം എന്താണെന്ന് പറയാൻ പോവാണ്. 2 വാക്കാണ് പ്രയോജനമായിട്ട് പറഞ്ഞത്. 1 ശിവദം, രണ്ടാമത്തേത് താപത്രയോന്മൂലനം. ശിവം വാക്കിൻ്റെ അർത്ഥം മംഗളം എന്നാണ്. ശിവദം എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളദായകമാണ് ഭാഗവതം. ഭാഗവതം കേൾക്കുന്നതുകൊണ്ട് എന്ത് കിട്ടും? മംഗളം കിട്ടും. ഇവിടെ ഇപ്പോൾ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ, ഇന്നിപ്പോൾ 18ആണ്, ഇനി 25-ാം തീയതി ഉച്ചയ്ക്ക് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എന്ത് കിട്ടിയെന്ന് ആരെങ്കിലും ചോദിച്ചാലേ ഇതാ കിട്ടിയത് മറ്റേ കാണിച്ചു കൊടുക്കാനൊരു സാധനമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന, പിടിക്കാൻ സാധിക്കുന്ന, എടുക്കാൻ പറ്റുന്ന ഒരു വസ്തു കിട്ടിയിരിക്കട്ടെ, അത് ദിവസം കഴിയുമ്പം നശിക്കുന്നതായിരിക്കും. നശിക്കാത്ത ഒന്ന് കൊടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒന്നുകിൽ കാലം കഴിയുമ്പം, അല്ലെങ്കിൽ ഉപയോഗം കൊണ്ട് എങ്ങനെയൊക്കെ നശിക്കും. നശിക്കാത്തതായിട്ട് ഒന്നും ആർക്കും കൊടുക്കാൻ കഴിയില്ല. ഇവിടെ പറയാൻ പോകുന്നത് ശിവദം, മനസ്സിൻ്റെ മംഗളകരമായിട്ടുള്ളൊരു ഭാവമാണ് ഭാഗവതം കൊണ്ട് കിട്ടാൻ പോകുന്നത്. അതിപ്പോൾ ആർക്കാ വേണ്ടാത്തത്? ഒരുപക്ഷെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ മംഗളമാണ്. സൗകര്യം കൂടുന്നു. ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ എത്ര സൗകര്യം വർദ്ധിച്ചു? വീട് സൗകര്യമായി, വാഹനം സൗകര്യമായി, റോഡ് സൗകര്യമായി, ചികിത്സകൾ സൗകര്യമായി, എല്ലാം സൗകര്യമായി. പക്ഷേ 50 കൊല്ലം മുമ്പുള്ളവൻ്റെ ആ മാനസികമായ ശാന്തി ഇന്ന് നമുക്കുണ്ടോ ചോദിച്ചാൽ പലപ്പോഴും ഇല്ലെന്ന് പറയേണ്ടി വരും. ചിന്തിച്ചു നോക്കൂ. എന്താ കാര്യം? അവിടെയാണ് നമ്മൾ അറിയേണ്ടത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് മാനസികമായി. ആ മാനസികമായിട്ടുള്ള സകല പ്രശ്നങ്ങളും പരിഹരിച്ച് മനസ്സെപ്പോഴും ശാന്തമാക്കി വയ്ക്കാൻ സാധിച്ചാൽ അതിൽ പരം പുണ്യം വല്ലുണ്ടോ? അതിൽ പരം ഭാഗ്യം വല്ലുണ്ടോ? ഇതാണ് ഭാഗവതം വായിച്ചിട്ട് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറയുക ശിവദം, ശിവദായകമാണ്, മംഗളദായകമാണ് ഭാഗവതം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് താപത്രയോന്മൂലനം. മൂലം എന്ന വാക്കിന് വേര്, കാരണം എന്നിങ്ങനെ പല അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം വേര്. ഉന്മൂലനം എന്ന് പറഞ്ഞാൽ വേരോടുകൂടി പിഴുതെറിഞ്ഞ് കളയുക. എന്തിനെ? താപത്രയത്തെ. താപം എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖം, ചൂട് എന്ന 2 അർത്ഥമാണ്. ഇവിടെ ദുഃഖം. ത്രയം എന്ന് പറഞ്ഞാൽ 3. അപ്പം 3 തരത്തിലുള്ള ദുഃഖങ്ങളെ ഭാഗവത് എന്ത് ചെയ്യും? വേരോടുകൂടി പിഴുതെറിഞ്ഞ് കളയും. അപ്പോൾ അതൊന്നും അറിയണ്ടേ ഏതൊക്കെയാണ് ദുഃഖങ്ങളെന്ന്? 3 തരത്തിലുള്ള ദുഃഖങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? തീർച്ചയായിട്ടും നോക്കാം. ഒന്നാമത്തേത്, സ്വന്തം ശരീരം കൊണ്ട് നമുക്ക് ദുഃഖം ഉണ്ടാവും. ഇല്ലേ? ഇല്ല. സ്വന്തം ശരീരം കൊണ്ട് ദുഃഖം ഉണ്ടാവും. കാരണം കാൽമുട്ട് വേദന ആരാ കാരണം? നടുവേദന ആരാ കാരണം? തലവേദന ആരാ കാരണം? വേണമെങ്കിൽ പറയാം ഭാര്യയ്ക്ക് ഭർത്താവാണ് തലവേദന എന്ന് പറയാം, അയൽക്കാരനാണ് തലവേദന എന്ന് പറയാം, പലതും പറയാം. പക്ഷെ വാസ്തവത്തിൽ തലവേദനയ്ക്ക് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഞാനുണ്ട്, എനിക്ക് തലയുണ്ട്, അതുകൊണ്ട് തലവേദന. വേറെ എന്താ കാരണം? അപ്പോൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ്. ഇവനങ്ങോട്ട് നശിച്ചു കിട്ടിയ സമാധാനമായി, ഇവനോടുന്ന് എഴുന്നേറ്റ് പോയ സമാധാനം എന്നൊക്കെ നമുക്ക് പലരെക്കുറിച്ചൊക്കെ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ആരെക്കുറിച്ചാണോ ശത്രുക്കളെന്ന് വിചാരിക്കുന്നത്, അങ്ങനെയുള്ള ലോകത്തെല്ലാവരും മരിച്ചു പോയാലും ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിലും എനിക്ക് ദുഃഖമുണ്ടാകും. കാരണം ദുഃഖത്തിൻ്റെ ഒരു കാരണം വാസ്തവത്തിൽ ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നെ കൊണ്ടുണ്ടാകുന്ന ദുഃഖത്തെ പറയുന്ന പേര് ആധി കൂട്ടണം. ആത്മികം സമം ആധ്യാത്മികം. ഇനി മറ്റുള്ള ജീവജാലങ്ങളെ കൊണ്ട് ദുഃഖം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും.
വൈറൽ ഫീവർ, പട്ടി കടിച്ചു, പാമ്പ് കടിച്ചു, ചിലന്തി കടിച്ചു, മറ്റ് മനുഷ്യർ ചീത്ത വിളിച്ചു. അപ്പോൾ മറ്റുള്ള ജീവജാലങ്ങളെ കൊണ്ട് മുഴുവൻ ഉണ്ടാകുന്ന ദുഃഖത്തെ പറയുന്ന പേരാണ് ആധി ഭൗതികം എന്ന് പറയുന്നത്. ഭൂതം എന്ന വാക്കിൻ്റെ അർത്ഥം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. സൃഷ്ടിക്കപ്പെട്ടതെന്ന് മാത്രമാണ് ഭൂതം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അല്ലാണ്ട് ഭൂതപ്രേത പിശാചി എന്ന് വിചാരിക്കരുത്, വേഗം അങ്ങനെയല്ല. ഭൂതപ്രേത പിശാചി എന്ന് വിചാരിക്കരുത്, സൃഷ്ടിക്കപ്പെട്ടതൊക്കെ ഭൂതങ്ങൾ. അയ്യപ്പനെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, ഭൂതനാഥ സദാനന്ദ, എന്തർത്ഥം? എല്ലാ ജീവജാലങ്ങളുടെയും നാഥൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഭൂതം സൃഷ്ടിക്കപ്പെട്ടത്, നിങ്ങളൊക്കെ ഭൂതങ്ങളാണ്, ഞാനും ഒരു ഭൂതമാണ്, അങ്ങനെയാണ്. അപ്പം മറ്റുള്ള ജീവജാലങ്ങളെ കൊണ്ടുണ്ടാവുന്ന ദുഃഖത്തെ പറയുന്ന പേരാണ് ആധി ഭൗതികം. ഇനി ദേവതാ പ്രതിഭാസങ്ങളെ കൊണ്ട് ദുഃഖം ഉണ്ടാവാം. എന്തൊക്കെയാണ് ദേവതാ പ്രതിഭാസങ്ങൾ? സൂര്യൻ ഒരു ദേവനാണ്, വായു, അഗ്നി മുതലായതൊക്കെ ദേവതാ സങ്കല്പങ്ങളാണ്. നോക്കൂ, ദേവൻ, ഈശ്വരൻ, ഭഗവാൻ ഇതൊക്കെ ഒന്നാണോ? ആണോ? വാക്കിൻ്റെ അർത്ഥം നമ്മൾ സമാനമായിട്ട് ഉപയോഗിക്കുമെങ്കിലും ഓരോ വാക്കിനും ഓരോ അർത്ഥമാണ് ഉള്ളത്. ദേവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രകാശിക്കുന്നവൻ ദേവൻ, ആകാശത്തിരിക്കുന്നവൻ ദേവൻ, ദാനം ചെയ്യുന്നവൻ ദേവൻ. ഇതാണ് നിർവചനം. വിവിഭവനാത്വ ദാനാത്വ ദ്യോതനാത്വ ദേവ, നിർവചനമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറയാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും പറയാം. കാരണം അദ്ദേഹം ദാനം ചെയ്തു വിജ്ഞാനം. സൂര്യദേവൻ, വായുദേവൻ, വരുണദേവൻ, അഗ്നിദേവൻ ഒക്കെ പറയാം. ഇങ്ങനെയാണ് വാക്കിനർത്ഥം. ഇനി ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാൻ എന്നുള്ള വാക്കിനർത്ഥം ഭഗം ഉള്ളവൻ, ഭഗവാൻ. എന്താ ഭഗം? ഭഗം എന്ന് പറഞ്ഞാൽ ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രയ ജ്ഞാനവിജ്ഞാനയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരിത. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ആണ് ഭഗങ്ങൾ. ഇതൊക്കെ ആരിൽ കാണുന്നുണ്ടോ അദ്ദേഹമാണ് ഭഗവാൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാലോ, ഈശ്വരൻ എന്നുള്ള വാക്കിനർത്ഥം ഈശനം ചെയ്യുന്നവൻ, ഈശ്വരൻ. അപ്പം മൂന്നിനും മൂന്നർത്ഥങ്ങളാണ് വാക്കിന്. അങ്ങനെ വരുമ്പോൾ ദേവതാ സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതി പ്രതിഭാസങ്ങളാണ്. പ്രകൃതി പ്രതിഭാസങ്ങളെ കൊണ്ടൊക്കെ ദുഃഖം ഉണ്ടാവും. മഴ അധികം പെയ്തു, ദുഃഖാവില്ലേ? വെയിൽ വല്ലാണ്ടുണ്ടായി, ദുഃഖാവില്ലേ? കാറ്റ് വല്ലാണ്ടടിച്ചു, ദുഃഖം ഉണ്ടാവില്ലേ? ഈ ദുഃഖങ്ങളൊക്കെ ചേർത്ത് പറയുന്ന പേരാണ് ആധി ദൈവികം. ഇനി ഏതാണ്? ആധ്യാത്മികം, ആധിഭൗതികം, ആധിഭൗതികം, ആധിദൈവികം. ഈ മൂന്ന് ദുഃഖങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് പറയുന്ന പേരാണ് താപത്രയം. ആ താപത്രയെ ഭാഗവത് എന്ത് ചെയ്യും? ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ദുഃഖങ്ങളും പിന്നീട് ഒരിക്കൽ പോലും വരാത്ത വിധത്തിൽ മനസ്സിൽ നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷമായി തീരുന്നർത്ഥം. അപ്പോൾ അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ്. മഴ പെയ്താൽ ഭാഗവതം വായിച്ചാൽ ദുഃഖം പോകും. ജലദോഷം വന്നാൽ ഭാഗവതം വായിച്ചാൽ, ജലദോഷം വന്നിട്ട് തലവേദന വരുമ്പോഴേ മൂക്കൊലിപ്പും തൊണ്ടവേദനയും കഫക്കെട്ടുമൊക്കെ ആയിട്ട് വിഷമിക്കുമ്പോൾ ഭാഗവതം വായിച്ചാൽ വേഗം മാറും. പലരും വിശ്വസിക്കുമോ ഇതൊക്കെ? രാവിലെ തന്നെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ട് വെറും വയറ്റിൽ നട്ടാക്കുരുക്കാത്ത കള്ളത്തരം പറയുന്നതല്ലേ ആൾക്കാർ വിചാരിക്കുള്ളൂ. എങ്ങനെ ഇത് മനസ്സിലാക്കേണ്ടത്? നടുവേദന വരുമ്പോൾ ഭാഗവതം വായിച്ചാൽ നടുവേദന കൂടും, ഒട്ടും കുറയില്ല. വെള്ളപ്പൊക്ക സമയത്ത് ഭാഗവതം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ ഈ പറഞ്ഞതിനർത്ഥം? നോക്കൂ, ദുഃഖത്തിൻ്റെ സാധ്യതകളൊക്കെ അവിടെ തന്നെ കാണും. നമ്മൾ 250 തവണ ഭാഗവതം വായിച്ചാലും നീര് പോയി തൊട്ടിട്ടുണ്ടെങ്കിൽ പൊള്ളിയിരിക്കും. വെയിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തലവേദന വന്നോന്ന് വരും, പനി വന്നോന്ന് വരും. ഇതൊക്കെ വരാതിരിക്കില്ല. പക്ഷെ നമ്മൾ ഒന്ന് ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ദുഃഖിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്നും ഉയർന്ന് ദുഃഖിക്കേണ്ട ഒരാളല്ല ഞാൻ. മറിച്ച് ഇപ്പോഴീ വന്നിരിക്കുന്നത് തൽക്കാലം മാത്രമുള്ളതാണ്, തൽക്കാലം മാത്രം നിലനിൽക്കുന്നതാണ്, അല്പം കഴിഞ്ഞാൽ മാറുന്നതാണ് എന്ന് ഏതൊരു ദുഃഖത്തെക്കുറിച്ചും ആലോചിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവും. ഇതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുക, ആഗമാപായിനോ നിത്യാൻ താൻ തിതിക്ഷസ്വ ഭാരത. സാഖ്യയോഗത്തിൽ അഥവാ 2ാമത്തെ അധ്യായത്തിൽ കാണാം, ഈ ദുഃഖം തൽക്കാലം വന്നു ചേർന്നതാണ്, തൽക്കാലം നിലനിൽക്കുന്നതാണ്, അല്പം കഴിഞ്ഞാൽ മാറുന്നതാണ്, ഉറപ്പാണ്. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ ഉയർത്തുക. നോക്കൂ, ജ്ഞാനം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ഒരു ചെറിയ ഉദാഹരണം പറയാം, അത് കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാം, പ്രഭാതഭക്ഷണത്തിനായിട്ട് നിർത്താം. നോക്കൂ, ഒരു വലിയ സൈന്യം ഒരു ഭാഗത്ത്, ഒരു വലിയ സൈന്യം ഇടത് ഭാഗത്ത്. ഈ 2 സൈന്യത്തിൻ്റെയും ഇടയിലേക്ക് ഒരു രഥം വന്ന് നിൽക്കുകയാണ്. രഥം ഓടിക്കുന്ന ആളുടെ പേര് കൃഷ്ണൻ.
രഥത്തിലിരിക്കുന്ന ആളുടെ പേര് അർജുനൻ. രണ്ടുപേരും വന്ന് നിൽക്കുന്നു. ഒരാൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, മറ്റാൾ അങ്ങേയറ്റം ദുഃഖിച്ച്. എങ്ങനെയാ അർജുനൻ? എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു, ചുണ്ട് വിറയ്ക്കുന്നു, തൊലി ചുട്ടുപൊള്ളുന്നു, എൻ്റെ കയ്യിൽ നിന്നും ഗാണ്ഡീവം എന്ന വില്ല് ഊർന്നു പോകുന്നു കൃഷ്ണ. സ്വജനങ്ങളെ, ഗുരുനാഥന്മാരെ, ബന്ധുക്കളെ കൊന്നിട്ട് കിട്ടുന്നത് എന്ത് സ്വർഗമാണെങ്കിലും എനിക്ക് ആ സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ് വില്ല് താഴെ വെച്ച്, അമ്പ് താഴെ വെച്ച് തകർന്നിരുന്നു പോയ അർജുനൻ, ഞാൻ ഭിക്ഷയാചിക്കാൻ വേണ്ടി പോവുക, ഞാൻ സന്യസിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു. സന്യസിക്കാൻ വേണ്ടി പോവുക എന്ന് പറയുമ്പം എന്തിനാ കൃഷ്ണൻ എതിർക്കുന്നത്? എതിർക്കേണ്ട ആവശ്യമുണ്ടോ? സന്യസിക്കുന്നത് നല്ലതല്ലേ? നല്ലതാണ്. പക്ഷേ അർജുനൻ്റെ ആ ഭാവവും ആ വാക്കും കൂടി ചേരുന്നില്ല. സന്യസിക്കാൻ പോവുകയാണെന്ന് ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ ശരി പൊക്കോളൂ എന്ന് ഭഗവാൻ പറയും. പക്ഷെ ഭഗവാൻ പറയുന്നത്, അർജുന, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള വഴിയല്ല സന്യാസം. നിനക്ക് എവിടുന്ന് വന്നു ഈ ആണും കണ്ണും കെട്ട അവസ്ഥ? ക്ലൈബ്യം എവിടുന്ന് വന്നു? കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഭഗവാൻ അല്പനേരത്തെ സംഭാഷണത്തിന് ശേഷം കൃഷ്ണൻ എത്ര മനോഹരമായിട്ട് ചിരിക്കുന്നുണ്ടോ അതേപോലെ മനോഹരമായിട്ട് ചിരിക്കാൻ അർജുനനും സാധിച്ചു. അർജുനൻ എന്ത് പറഞ്ഞു? കരിഷ്യേ വചനം തവ നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വൽപ്രസാദാന്മയാച്യുത. ഭഗവൻ, അങ്ങയുടെ വാക്ക് കേട്ടിട്ട് എൻ്റെ ബുദ്ധിമോശങ്ങളൊക്കെ പോയി, എൻ്റെ ദുഃഖമൊക്കെ തീർന്നു, എൻ്റെ മനസ്സിനിതാ ശാന്തി കൈവന്നിരിക്കാൻ എന്ന് പറയാൻ തക്കവണ്ണം അർജുനനെ ഭഗവാൻ മാറ്റുമ്പോൾ ഏത് കുഴമ്പിട്ടിട്ടാ ഒഴിഞ്ഞിട്ടുണ്ടാവുക? ധന്വന്തര കുഴമ്പാണോ? ബലാശോഗാതെയാണോ? എന്ത് കുഴമ്പിട്ടിട്ടാ? തൊട്ടോ ഭഗവാൻ? അർജുനൻ തൊട്ടോ? തൊടുന്ന കാര്യമുണ്ടോ? ഒന്നുമില്ല. അർജുനൻ അവിടെ നിൽക്കുകയാണ്, ഭഗവാൻ ഇപ്പുറത്ത് നിൽക്കുകയാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന മാറ്റം അത്ഭുതകരമാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുനൻ ഉത്സാഹത്തോടെ ചാടി എഴുന്നേൽക്കണമെങ്കിലോ? ഇതാണ് വിജ്ഞാനം. ഇങ്ങനെ വിജ്ഞാനത്തിലേക്ക് ഉയർന്നു വന്നാൽ നമുക്ക് വന്നു ഭവിക്കുന്ന സകല പ്രശ്നങ്ങളും നിസ്സാരമാണെന്ന് കരുതാനുള്ള ഒരു കരുത്ത് നമുക്ക് ലഭിക്കും എന്നർത്ഥം. ഇതാണ് പ്രയോജനം. ഇതാർക്കാ വേണ്ടാത്തത്? പക്ഷെ എന്ത് വേണം? ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നർത്ഥം. അപ്പം എന്തൊക്കെ പറഞ്ഞു? വിഷയം, പ്രയോജനം, അധികാരി. സംബന്ധം എന്ന നാലാമത്തേത് ഇപ്പോൾ സജ്ജനമല്ലേ? സജ്ജനമാവാൻ ശ്രമിക്കും. ഇപ്പോൾ മത്സര ബുദ്ധിയുണ്ടോ? കുറയ്ക്കാൻ ശ്രമിക്കും. ഇങ്ങനെ മത്സര ബുദ്ധി കുറച്ച് തിരക്കും നിൽക്കൊന്നും കൂട്ടാണ്ട് ശാന്തമായി സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് കേൾക്കാൻ ശ്രമിക്കൂ. കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം ലഭിക്കും. ഇതൊക്കെയാണ് പ്രയോജനം. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇനി സൂതശൗനക സംവാദം. സൂതനും ശൗനകന്മാരും തമ്മിലെ സംഭാഷണം ഇന്നലെ കേട്ടു. അത് പത്മപുരാണത്തിലെയാണ്. ഇന്നിപ്പോൾ കേൾക്കാൻ പോകുന്നത് ഭാഗവതത്തിലെയാണ്. അതിലാണ് നമ്മൾ ഈ കഥകൾ മുഴുവൻ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിർത്തുന്നു.